ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലം നഗരസഭയിലെ UDF ജനപ്രതിനിധികൾ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വികസനത്തെ എതിർക്കുന്നതായി വൈസ് ചെയർമാൻ കെ രാജേഷ്. ഒറ്റപ്പാലം നഗരസഭയിലെ UDF പ്രതിനിധികളുടെ 8 വാർഡുകളിലൊഴികെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട വികസന പ്രവൃത്തികളുടെ ആദ്യപടി ആരംഭിച്ചു. 31 വാർഡുകളിലെയും പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് എടുക്കുന്ന പ്രവൃത്തി പൂർത്തിയായതായും വ്യക്തിഗത ഗുണഭോക്തൃ ആനുകൂല്യത്തിനുൾപ്പെടെയുള്ള അപേക്ഷാ ഫോം തയ്യാറാവുകയാണെന്നും അടുത്ത മാസം തന്നെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വാർഡ് സഭ ചേരുമെന്നും ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. 31 വാർഡിലെയും പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് എടുക്കൽ പൂർത്തിയായി. മറ്റ് വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണത്തിനുൾപ്പെടെയുള്ള അതിൻ്റെ അപേക്ഷാ ഫോമുകൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അടുത്ത മാസത്തോടു കൂടി വീണ്ടും വ്യക്തിഗത ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിനുള്ള വാർഡ് സഭകൾ ഉൾപ്പെടെ ചേരാൻ വേണ്ടി പോവുകയാണ്. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ മുടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചില വാർഡ് സഭകൾ ചേരാതിരുന്നതെന്നും ഇനിയും വാർഡ് സഭ ചേരുകയാണെങ്കിൽ പദ്ധതി ഭേദഗതി സമയത്ത് ഈ വാർഡുകളുടെ പദ്ധതികൾ ഉൾപ്പെടുത്താം എന്നും അങ്ങനെ പോലും ചെയ്യാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രാജേഷ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ ഏത് വിധേനയും നടപ്പാക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും നടക്കേണ്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയും ഇതിനെ തടുക്കുക, വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുക, എല്ലാം മുടക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിലർ വാർഡ് സഭകൾ ഉൾപ്പെടെ ചേരാതിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു, വാർഡ് സഭകൾ ചേർന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി ഭേദഗതി സമയത്ത് ഇവർക്ക് വീണ്ടും ഉൾപ്പെടുത്താൻ അവകാശമുണ്ട്, അതിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ ഇതൊന്നും ചേരാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇനിയെങ്കിലും വാർഡ് സഭകൾ ചേർന്ന് നഗരസഭാ വികസനത്തിന് വേണ്ടി സഹകരിക്കണമെന്നും കൗൺസിൽ ഉൾപ്പെടെ സഹകരിക്കാത്തത് നാട്ടുകാർ കാണുന്നുണ്ടെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് വ്യക്തമാക്കി. നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇത് നടപ്പാക്കുന്നതിന് വാർഡ് സഭകൾ അടിയന്തരമായി പൂർത്തീകരിച്ച് ചേർന്ന് ഒറ്റപ്പാലം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുമായി പദ്ധതിയുമായി സഹകരിക്കണം ഇവർ എന്നുള്ളതാണ് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്.